എവിടുന്ന് എങ്ങനെ വിളിച്ചാലും അള്ളാഹുവിന്റെ ഔലിയാക്കളും പ്രവാചകന്മാരും കേൾക്കും എന്നാണല്ലോ സുന്നികൾ പറയുന്നത്. അതിന് കുറെ ആയത്തും ഹദീസും എല്ലാം തെളിവുണ്ടെന്ന്, കൊട്ടക്കണക്കിന് ആയത്തിന് തെളിവുണ്ടെന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ആയത്തും ഹദീസെല്ലാം നമ്മളെക്കാട്ടി മുമ്പേ നബിയിൽ നിന്ന് നേരിട്ട് കേട്ട് മനസ്സിലാക്കിയ സഹാബിമാർക്ക് ഇങ്ങനെ ഏറ്റവും അർഹൻ നബിയാണ്, അള്ളാഹുവായിട്ട് അടുത്തതിന്റെ പേരിലാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിൽ നിന്ന് റസൂലിൽ നിന്ന് നേരിട്ട് ഹദീസും ഖുർആനെല്ലാം കേട്ട് മനസ്സിലാക്കിയ സഹാബിമാർക്ക് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായി എന്ന് തെളിയിക്കുന്ന ഇത് പറയാം, രേഖ തെളിയിക്കുക. ഞാൻ രേഖ മറ്റൊന്നും പറയുന്നില്ല. മുജാഹിദിന്റെ സംസ്ഥാന കേരള ജമീയത്തുൽ ഉലമയോ പ്രസിദ്ധീകരിച്ചതും KM മൗലവി എന്ന് പറയുന്ന കേരള മുജാഹിദുകളുടെ കേരളത്തിൽ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയ വ്യക്തിയുമായ KM മൗലവി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് അൽ വിലായത്ത് വൽ ഖറാമ. ഇതിലുള്ളത് തന്നെ പറഞ്ഞാൽ പിന്നെ ഇനി മുജാഹിദുകൾക്ക് സംശയം ഉണ്ടാവില്ലല്ലോ. ആയത്തെ ദിവസത്തോടെ നിൽക്കട്ടെ, ഞാൻ പറയാം. ഇതിൽ പറയുന്നു, ബഹുമാനപ്പെട്ട ഞാൻ വായിക്കാം, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഈ KM മൗലവിയാ പറയുന്നത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇങ്ങനെ വന്നിരിക്കുന്നു. അദ്ദേഹം മദീന മുനവ്വറയിൽ വെള്ളിയാഴ്ച ദിവസം ഖുതുബ ഓതുമ്പോൾ യാ സാരിയ അൽ ജബൽ, അൽ ജബൽ, സാരിയത്തെ ആ പർവ്വതത്തിന്റെ മേൽ കയറുക എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ശബ്ദം അപ്പോൾ തന്നെ സാരിയ കേട്ടു. ആ പർവ്വതത്തിൽ മറഞ്ഞു ഇരുന്നിരുന്ന ശത്രുക്കളിൽ നിന്ന് തൽക്ഷണം തന്നെ അദ്ദേഹം സൂക്ഷിച്ചു, രക്ഷ പ്രാപിച്ചു. എന്താ പറഞ്ഞത്? മദീനയിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 2000 കിലോമീറ്റർ മൈലുകൾ അകലെയുള്ള നഹാവന്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു മുസ്ലിം സൈന്യത്തെ അയക്കുകയാണ്. അങ്ങനെ അയച്ച് അതിന്റെ നേതാവായി അമീറായി സാരിയ റളിയല്ലാഹു അൻഹുവിനെ അധികാരപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ മിമ്പറിൽ വെച്ചുകൊണ്ട് പറയുകയാണ്. ഒരു സന്ദർഭത്തിൽ അതാ ആ ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, യാ സാരിയ അൽ ജബൽ, അൽ ജബൽ, സാരിയ ആ പർവ്വതത്തിന്റെ ഭാഗം ശ്രദ്ധിക്കൂ, അവിടെ ശത്രുക്കൾ ഇരച്ചു കയറുന്നു. ആരാ പറയുന്നത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആരോടാ പറയുന്നത്? 2000 മൈലുകൾ അകലെയുള്ള സാരിയ റളിയല്ലാഹു അൻഹുവിനോടാണ് പറയുന്നത്. എന്തുണ്ടായി? സാരിയ റളിയല്ലാഹു അൻഹു ശബ്ദം കേൾക്കുന്നു. അവിടെ ഇരച്ചു കയറുന്ന ശത്രുക്കളെ ബഹുമാനപ്പെട്ടവർ തുരത്തിയോടിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് ആ യുദ്ധത്തിൽ പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു. ഇത് നേരത്തെ സുനാമിന്റെ വർത്തമാനം പറഞ്ഞല്ലോ, എന്നതുപോലെ പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു. ശത്രുക്കൾ ഇരച്ചു കയറിയ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു 2000 മൈലുകൾ അകലെ നിന്നുകൊണ്ട് നിയന്ത്രിക്കുകയാണ്, വിളിച്ചു പറയുകയാണ്. അവിടെയുള്ള സാരിയ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. എന്നിട്ടോ സാരിയ റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ ആക്രമണം തടുക്കുകയാണ്. ഇതാരാ പറയുന്നത്? ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തന്റെ കിതാബിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽ ബിദായത്ത് വൻ നിഹായയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ പുറമെ കേരള മുജാഹിദുകളുടെ ആധികാരിക നേതാവ്, കേരള മുജാഹിദുകൾ പ്രസ്ഥാനത്തെ കേരളത്തിൽ ഉണ്ടാക്കിയ വ്യക്തിയാണ് ഇബ്നു തൈമിയ, അല്ല KM മൗലവി. ഇതാരാ പറയുന്നത്? കേരള നദ്വത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്റർ കോഴിക്കോട് 2 നിന്ന് പ്രസിദ്ധീകരിച്ച ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ഒരു ആമുഖം എന്ന ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ വ്യക്തിയാണ് അദ്ദേഹം. ആ KM മൗലവി പറയുകയാണ്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇത് സഹിഹായ റിവായത്ത് കൊണ്ട് സുബൂതായിട്ടുള്ളതാണ്. ഇതാണ് കേട്ടാ മുജാഹിദ് പറയും അത് വാറോലയാണ്, അത് ശരിയല്ല, അത് താക്കാൻ വേണ്ടി മൗലവി അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ഇത് സഹിഹായ റിവായത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. സുബൂത്തായിട്ടുള്ളതാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അത് വാറോലയാണെന്നോ കള്ളത്തരമാണെന്നോ അത് സ്വീകരിക്കാൻ പറ്റില്ലെന്നോ കൊത്തി മുജാഹിദുകളെ ആരും പറയരുത്. ഇത് സഹിഹായ റിവായത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാകുന്നു. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബികളാകുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയും സാരിയ റളിയല്ലാഹു അൻഹു കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അകലങ്ങളിൽ വെച്ചുകൊണ്ട് കേൾക്കാനും സഹായിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്.
ഞാൻ ചോദിച്ചതിനുള്ള മറുപടി അല്ല. ഞാൻ ചോദിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവരുടെ വിളി കേൾക്കാനും അവർക്ക് ഉത്തരം ചെയ്യാനുമുള്ള കഴിവ് ഉണ്ട് എന്ന് ഇപ്പോൾ സുന്നികൾ വിശ്വസിക്കുന്നത് പോലെയുള്ള വിശ്വാസം സഹാബിമാർക്ക് ഉണ്ടായിരുന്നോ എന്നാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്രയും കഴിവുണ്ട്. അപ്പൊ റസൂലിനോട് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ റസൂലിനോട് എന്ത് സംശയം ചോദിച്ചാക്കണമെങ്കിൽ റസൂലിനെ കാണാതെ ഇങ്ങനെ നമ്മളിപ്പോ ചോദിക്കുന്ന പോലെ എവിടുന്നു ജനങ്ങൾ ചോദിക്കാറുണ്ടോ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത്? അതാണ് തെളിയിക്കേണ്ടത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബികളാണല്ലോ നേരത്തെ ചോദിച്ചതിന്റെ ധ്വനി ഇതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബികളാണല്ലോ നബി ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞവർ. ഇവർക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അത് ഞാൻ പറഞ്ഞു. അപ്പൊ ഇനി അദ്ദേഹത്തിന് ചോദിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇങ്ങനെ എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം കേൾക്കാൻ അറിയാനും കഴിയും എന്നുണ്ടോ എന്നാണ്. എന്നുണ്ട്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലൈഹി സലാം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, മുജാഹിദുകൾ വരെ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഹദീസ്, എന്റെ പേരിൽ സലാം പറയുന്ന ഏതൊരു വ്യക്തിയുണ്ടോ, റസൂലുള്ളാഹി പറയാണ്, എന്റെ പേരിൽ ആര് സലാം പറയുന്ന ലോകത്തിന്റെ മാമിന്നഹദിന ഏത് ഭാഗത്തുനിന്ന് ഏത് ലോകത്തുനിന്ന് എവിടെ വെച്ച് ആര് എനിക്ക് സലാം പറയുന്നുണ്ടോ, നോക്കൂ നിങ്ങൾ, ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഫഅറുദ്ദ അലൈഹി സലാം. അല്ലാഹു എനിക്ക് റൂഹ് തിരിച്ചു നൽകി അവർക്ക് മറുപടി പറയാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് നോക്ക് നിങ്ങൾ, നമ്മൾ എത്ര ആളുകൾ ഒരേ സമയത്ത് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് സലാമു അലൈക അയ്യുഹൻ നബിയ്യോ, കാലത്തിന് നമ്മൾ ഏതാനും റസൂലുള്ളാഹിനെ വിളിച്ച് സഹായിക്കുകയാണ്, അല്ല സലാം പറയുകയാണ്, സലാമു അലൈക അയ്യുഹൻ നബിയ്യോ. ആര് എവിടെ നിന്ന് എപ്പോ സലാം പറയുന്നുണ്ടോ റസൂൽ പറയും, എനിക്ക് സലാം മടക്കാൻ കഴിയും. അപ്പൊ ഞാൻ അറിയുന്നുണ്ട്, എനിക്ക് മടക്കാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മൾ നിസ്കാരമല്ലാതെ സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി വഖല്ലത ഹീലതി അദ്രികനി യാ റസൂലല്ലാഹ്. അങ്ങനെയും സലാം പറയുന്നുണ്ട്, സലാത്ത് ചൊല്ലുന്നുണ്ട്. അതൊക്കെ കേൾക്കാൻ റസൂലിന് കഴിയും. റസൂലുള്ളാഹി തങ്ങൾ തന്നെ പഠിപ്പിച്ചു.